എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശാലിനി. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് ടാലി പഠിക്കാൻ കഴിയുമോ? ടാലി പഠിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിനാണ് ആൻസർ. ടാലി പഠിക്കാൻ കഴിയും. അക്കൗണ്ടിങ് ബേസിക് വേണം എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്കൊരു ബേസിക് ഐഡിയ എങ്കിലും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ടാലി പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ടാലി പഠിക്കാനായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് കഴിഞ്ഞ 1-2 വീഡിയോയിൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ ടേംസിനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ജേർണൽ എൻട്രി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം. നമ്മൾ എന്താണ് പറഞ്ഞു വന്നിരിക്കുന്നത്? നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആ സ്ഥാപനം ഡീൽ ചെയ്യുന്ന ബിസിനസ് ഏത് തരത്തിലതാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നേച്ചർ ഓഫ് ബിസിനസ് ആണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നേച്ചർ ഓഫ് ബിസിനസ്സിൽ വരുന്നത് ട്രേഡിംഗ് ആണോ, മാനുഫാക്ചറിങ് ആണോ, സർവീസ് ഓർഗനൈസേഷൻ ആണോ? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ വ്യാപാരം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നടക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. അതായത് അവിടുത്തെ തുണിത്തരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് എന്താണ് നടക്കുന്നത്? ട്രേഡാണ്, വ്യാപാരം. നമ്മൾ ഗുഡ്സാണ് സെയിൽ ചെയ്യുന്നത്. അത് ഒരു നേച്ചർ. രണ്ടാമത്തെ നേച്ചർ, നിങ്ങളൊരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് മാനുഫാക്ചറിങ് ആയിരിക്കും. ഇനി നിങ്ങളൊരു സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് നിങ്ങൾ ഏതെങ്കിലും സർവീസ് റിലേറ്റഡ് ആകുന്ന സ്ഥാപനങ്ങൾ, ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ അതുപോലെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻസ് ആവാം. ഇത്തരത്തിൽ സർവീസുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ക്ലിനിക്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്നു, അങ്ങനെ സർവീസ് നേച്ചറായിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അവിടെ സർവീസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം. ഇനി രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു ദിവസത്തെ റുട്ടീൻ ആക്ടിവിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ആക്ടിവിറ്റീസിനകത്ത് വരുന്ന എന്തൊക്കെ കാര്യം? ഒരു സ്ഥാപനമാകുമ്പോൾ അത് സർവീസ് ആയിക്കോട്ടെ, ട്രേഡ് ആവട്ടെ, മാനുഫാക്ചറിങ് ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, ഡെയിലി അവിടെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ആദ്യം നിങ്ങളുടെ മേശപ്പുറത്ത് വരുന്നത് ചിലപ്പം ഒരു സാലറി കൊടുക്കാനുള്ളൊരു കാര്യമായിരിക്കും. അവിടെയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി നമുക്ക് ആദ്യം അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാലറി കൊടുക്കുന്നത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണം, ടാലിയിൽ റെക്കോർഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾ ചെന്ന ദിവസമാണ് ഈ പറയുന്ന എംപ്ലോയീസിനൊക്കെ സാലറി കൊടുക്കുന്നതായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ സാലറി റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മനസ്സിലാക്കുക. ഇവരുടെ ഓരോ എംപ്ലോയീസിൻ്റെ അക്കൗണ്ടുകളിലേക്കാണ് സാലറി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ബാങ്ക് അക്കൗണ്ടാണ് ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഉദാഹരണം, SBIയുടെ അക്കൗണ്ട് വഴിയാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ സ്ഥാപനത്തിന് SBIയുടെ അക്കൗണ്ടിൽ ഒരു കറണ്ട് അക്കൗണ്ട് ആയിരിക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ കറണ്ട് അക്കൗണ്ട് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് 2 കാര്യം മനസ്സിലായി. ഒന്ന് സാലറി, ഒന്ന് ബാങ്ക്. ഈ 2 കാര്യമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിലവുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. ശരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യാനായിട്ട് അക്കൗണ്ടിങ് ലാംഗ്വേജ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യണം. അക്കൗണ്ടിങ് ഒരു കോഡ് ഓഫ് ലാംഗ്വേജ് ആണ്. ഈ കോഡ് ഓഫ് ലാംഗ്വേജിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അക്കൗണ്ടിങ്ങിനകത്ത് 2 ടേം ഉണ്ട്. ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും 2 ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്ന ഈ 2 ടേം ഉപയോഗിച്ചാണ് ഈ പറയുന്ന എക്സ്പെൻസ് ആയാലും ഇൻകം ആയാലും എന്ത് ട്രാൻസാക്ഷൻസ് അവിടെ നടന്നാലും റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന 2 ടൂളാണ് ഡെബിറ്റ് DR, ക്രെഡിറ്റ് CR. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെൻസ് ടാലിയിലേക്ക് കൊണ്ടുവരണം. ടാലിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ഇത് എങ്ങനെ ജേർണലൈസ് ചെയ്യാം,
ഇതിനകത്ത് വരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ നിയമങ്ങൾ പറയുന്നുണ്ട്. ആ നിയമങ്ങൾ 3 നിയമങ്ങളാണ്: പേഴ്സണൽ, റിയൽ, നോമിനൽ. ഈ 3 നിയമങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ജേർണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 തരത്തിലുള്ള കോഡുണ്ട്. ഒന്ന് ഡെബിറ്റ് കോഡും ക്രെഡിറ്റ് കോഡും. ഈ ഡെബിറ്റ് കോഡും ക്രെഡിറ്റ് കോഡും കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് 3 തരത്തിലുള്ള റൂൾസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം എന്തോ ആയിക്കോട്ടെ, ഈ 3 നിയമങ്ങളും അവിടെ കടന്നു വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ 3 നിയമങ്ങൾ? ഒന്ന് പേഴ്സണൽ, ഒന്ന് റിയൽ, ഒന്ന് നോമിനൽ. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിനകത്ത് വരുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും. 3 നിയമങ്ങളുണ്ട്. ഈ 3 നിയമങ്ങളിനകത്ത് പേഴ്സണൽ അക്കൗണ്ട് വരുന്നത് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിയൽ അക്കൗണ്ടിൽ വരുന്ന ഓൾ അസറ്റ്സ്, നോമിനൽ അക്കൗണ്ടിൽ വരുന്നത് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഒരു സ്ഥാപനം ഡീൽ ചെയ്യുന്ന സപ്ലയേഴ്സ്, അത് സ്ഥാപനമാകാം, ഡയറക്റ്റ് വ്യക്തികളാവാം, ഏതിനകത്ത് ഉൾപ്പെടും? പേഴ്സണൽ അക്കൗണ്ടിനകത്ത് ഉൾപ്പെടും. ഇനി ഒരു സ്ഥാപനം ഡീൽ ചെയ്യുന്ന അസറ്റ്സ്, ആസ്തികൾ, അതിനെ മൊത്തത്തിൽ ഏത് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ നമുക്ക് റിയൽ എന്ന് പറയുന്ന റൂളിനകത്തേക്ക് കണക്ട് ചെയ്യാം. ഒരു സ്ഥാപനത്തിനകത്ത് വരുന്ന ചെലവും നഷ്ടവും, ഇൻകവും വരുമാനവും ഏതിനകത്ത് ഉൾപ്പെടുത്താം? നോമിനൽ എന്ന് പറയുന്ന സെക്ഷനകത്ത് ഉൾപ്പെടുത്താം. ഈ 3 സെക്ഷനകത്തുമായിട്ട് കണക്റ്റ് ആകുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് 3ഉം കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ജേർണൽ എൻട്രീസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കൂ. ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ബിസിനസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ടൂളാണ് CRM, DR അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ്. അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 3 നിയമങ്ങളാണ് പേഴ്സണൽ, റിയൽ, നോമിനൽ. പേഴ്സണൽ അക്കൗണ്ടിന് ഒരു നിയമമുണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഡെബിറ്റ് ദ റിസീവർ, റിസീവറെ ഡെബിറ്റ് ചെയ്യുക, ഗിവറെ ക്രെഡിറ്റ് ചെയ്യുക. റിയൽ അക്കൗണ്ടിൻ്റെ നിയമപ്രകാരം ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോമിനൽ അക്കൗണ്ട് ആണെങ്കിലോ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇത് ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ നിയമം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായി സാധിക്കും. റെക്കോർഡ് ചെയ്യാനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 ടേമാണ് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. അതിൻ്റെ നിയമങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ഈ 3 നിയമങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ജേർണൽ എൻട്രീസ് കറക്റ്റായിട്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കൂ. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപാട്. 2 ടൈപ്പ് ഇടപാടുകളുണ്ട്. ഒന്ന് ക്യാഷ് ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ക്യാഷ് ട്രാൻസാക്ഷൻസ്? ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റും പോകുന്നതും വരുന്നതെല്ലാം, ക്യാഷ് കൊടുത്ത് എന്ത് ട്രാൻസാക്ഷൻസ് നടക്കുന്നു അത് ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ കടത്തിനായിരിക്കും അവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ട്രാൻസാക്ഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പഠിക്കാം. എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കുന്നത്? ക്രെഡിറ്റ് ആണോ ക്യാഷ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ₹5,000 ബൈ ക്യാഷ്. നമ്മൾ ക്യാഷ് കൊടുത്ത് 5,000 രൂപയുടെ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഇത് ക്യാഷ് ട്രാൻസാക്ഷൻസ്. പർച്ചേസ്ഡ് ഫർണിച്ചർ വർത്ത് ₹5,000 ഓൺ ക്രെഡിറ്റ് ഫ്രം XYZ. 5,000 രൂപ വിലയുള്ള ഫർണിച്ചർ XYZന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഓൺ ക്രെഡിറ്റ് എന്നെടുത്ത് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ ഇടപാടുകൾ, ഒന്ന് കടമായിട്ടുള്ള ഇടപാടുകളുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഇടപാടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപാടുകളെ ഫസ്റ്റ് ടൈം മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇടപാടുകൾ മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്ത് നമുക്ക് റൂളിലേക്ക് കടക്കാം. റൂൾസ് വെച്ചിട്ട് ഈ ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഇങ്ങനെ DR-ഉം CR-ഉം കൊടുത്ത് ജേർണൽ എൻട്രി എങ്ങനെ ഫോം ചെയ്യാൻ നോക്കാം. കാരണം ഇതൊരു ട്രാൻസാക്ഷനാണ്, ഇതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. നമ്മുടെ ബിസിനസ്, നമ്മുടെ സ്ഥാപനത്തിലേക്കാണ് ഫർണിച്ചർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം.
ഇത്ര രൂപയുടെ ഫർണിച്ചർ വന്നു എന്നുള്ളത് ഇന്നത്തെ കണക്കിനകത്ത് കാണിക്കണം. അപ്പം ഇതുപോലെ എഴുതി നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കില്ല. അതിനാണ് അക്കൗണ്ടിങ്ങിൻ്റെ കോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന കോഡാണ് ഒന്ന് ഡെബിറ്റ് കോഡ്, ക്രെഡിറ്റ് കോഡ്. ഓക്കെ, നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് എങ്ങോട്ട് മാറ്റാൻ പോവുകയാണ്? ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ അക്കൗണ്ടിങ് കോഡ് ഓഫ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാം. ഇപ്പോൾ അക്കൗണ്ട്സ് അറിയാവുന്ന ഒരാൾക്ക് ഈ ട്രാൻസാക്ഷൻസ് എന്താ നടന്നതെന്നുള്ളത് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്ത് ചെയ്യുന്നത് വഴി അക്കൗണ്ടിങ് അറിയാവുന്ന ഒരാൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസിന് DR-ഉം CR-ഉം ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിങ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുക. അതായത് നമ്മൾ റെക്കോർഡിങ്ങിലേക്ക് പോവുകയാണ്. റെക്കോർഡിങ്ങിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ട്രാൻസാക്ഷൻസിനെ ജേർണലൈസ് ചെയ്യണം. എങ്ങനെയാണ് ജേർണലൈസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റെക്കോർഡിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. ഒരു ബിസിനസ്സിനകത്ത് ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി, ഒരു ഇടപാടുണ്ടായി, ഒരു പണമിടപാട് ഉണ്ടായി എന്ന് കരുതുക. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ എഴുതിയ ഫേർണിച്ചർ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കിത് എങ്ങനെ അക്കൗണ്ടിങ് മെത്തേഡിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം. പർച്ചേസ്ഡ് ഫേർണിച്ചർ ബൈ ക്യാഷ്. നമ്മുടെ ഒരു ബിസിനസ്സാണ്, നമ്മുടെ സ്ഥാപനം ക്യാഷ് കൊടുത്ത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. നമുക്കിത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? വന്നത് എന്താണ്? ബിസിനസ്സിലേക്ക് കംസ് ഇൻ ഫർണിച്ചർ. എന്താണ് പുറത്തേക്ക് പോയത്? ക്യാഷാണ്. ഗോസ് ഔട്ട് ക്യാഷാണ്. അപ്പോൾ ഒന്ന് വന്നു, ഒന്നിന് തുല്യമായിട്ടുള്ള മറ്റൊരു അസറ്റ് പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഫർണിച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം ട്രേഡ് നടത്തുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഫർണിച്ചർ. അതായത് ഒരു ഫർണിച്ചർ കച്ചവടക്കാരനല്ല, ഇതൊരു അസറ്റാണ്. അതായത് നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ള മീനിങ് മാത്രമേ ഉള്ളൂ. അല്ല, ഇതൊരു ട്രേഡായിട്ടല്ല ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഇതൊരു സർവീസ് ഓർഗനൈസേഷൻ ആണെന്ന് കരുതിക്കോളൂ. ഒരു സർവീസ് ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഫർണിച്ചർ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്താലും എന്ത് ട്രാൻസാക്ഷൻസ് ഡെയിലി നടന്നാലും നമ്മളത് എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നോക്കൂ, ഫർണിച്ചർ കംസ് ഇൻ, ക്യാഷ് ഗോസ് ഔട്ട്. അപ്പോൾ ഇത് രണ്ട് നമ്മൾ ആദ്യം പഠിച്ച അക്കൗണ്ടിങ് ടേംസിനകത്ത് വരുന്ന ഏത് ടേമിനകത്ത് ഇത് ഉൾപ്പെടും? ആസറ്റ് എന്ന് പറയുന്ന ടേമിനകത്താണ് ഈ ഫർണിച്ചറും ഈ ക്യാഷും ഉൾപ്പെടുന്നത്. ഫർണിച്ചർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ക്യാഷായിട്ട് മാറ്റാൻ പറ്റുന്നതിനെല്ലാം നമ്മൾ അസറ്റ്സ് എന്നാണ് പറയുന്നത്. നാളെ ഈ ഫർണിച്ചർ വിറ്റാലും നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ഇത് ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ്സ് ആണ്, ക്യാഷ് എന്ന് പറയുന്നതും ഒരു അസറ്റാണ്. അപ്പോൾ ഫർണിച്ചർ അസറ്റ്സ് ആണ്. അസറ്റ്സ് ഉൾപ്പെടുന്ന അക്കൗണ്ട് ഏതാണ്? ഫർണിച്ചറും ക്യാഷും അസറ്റ്സ് ആണ്. ഇത് രണ്ടും ഉൾപ്പെടുന്ന അക്കൗണ്ട് ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്. 3 അക്കൗണ്ടിന്റെ കാര്യം പറഞ്ഞു, അതിൽ റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ടിനൊരു നിയമമുണ്ട്. റിയൽ അക്കൗണ്ടിന്റെ നിയമം എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതാണ് ഇവിടുത്തെ റിയൽ അക്കൗണ്ടിന്റെ നിയമം. അതായത് നമ്മൾ ആദ്യം ഒരു ട്രാൻസാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇതിനകത്ത് എന്താണ് നടന്നത് എന്ന് മനസ്സിലാക്കുക. അതായത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, ക്യാഷ് കയ്യിൽ നിന്ന് പോയി. അപ്പം നമ്മൾ അടുത്ത ആസ്പെക്റ്റ് എന്താണ്? ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന നിയമം ഏതാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഫർണിച്ചറും ക്യാഷും അസറ്റ്സ് ആണ്. അപ്പോൾ അസറ്റ്സിൻ്റെ റിയൽ അക്കൗണ്ടാണ് ഉൾപ്പെടുന്നത്. റിയൽ അക്കൗണ്ടിൻ്റെ നിയമം അനുസരിച്ച് എന്തിനെ ഡെബിറ്റ് ചെയ്യണം? എന്താണോ വരുന്നത് അത് ഡെബിറ്റ് ചെയ്യുക, എന്താണോ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അത് ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പം ഫർണിച്ചറിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് കൊടുക്കണം. ക്യാഷിന് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് കൊടുക്കണം. അപ്പോൾ ഫർണിച്ചറിന് DR കൊടുത്തു, ക്യാഷിന് നമ്മൾ CR കൊടുത്തു. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ലാംഗ്വേജിലേക്ക് ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഏതിലേക്ക് മാറ്റുന്നു? കോഡ് ഓഫ് ലാംഗ്വേജ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്? നമ്മളെങ്ങനെ എഴുതും? ഫർണിച്ചർ അക്കൗണ്ട്. ഇതെല്ലാം ഓരോ അക്കൗണ്ടുകളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട്, ഡെറ്റർ എന്നാണ് പറയേണ്ടത്. ഡെബിറ്റിൻ്റെ അബ്രിവേഷനാണ്. ഡെബിറ്റ് എന്ന് പറയുന്നതിൻ്റെ അബ്രിവേഷനാണ് DR. ക്രെഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ അബ്രിവേഷനാണ് CR.
CR നമ്മൾ ടു എന്നാണ് വിളിക്കുന്നത്. ടു എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എഴുതുന്നത് ഫർണിച്ചർ അക്കൗണ്ട് DR ടു ക്യാഷ്, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ അക്കൗണ്ടൻസി അറിയാവുന്ന ഒരാൾക്ക് ഇവിടെ നടന്ന ട്രാൻസാക്ഷൻസ് ഈ ജേണൽ എൻട്രി വഴി മനസ്സിലാവും. ഇതിൽ നമ്മൾ പറയുന്നത് ജേണൽ എൻട്രി എന്നാണ്, ജേണൽ എൻട്രി. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻസിനെ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാവും 5000 രൂപ കൊടുത്ത് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കുന്നതിന് ആ ഒരു ലാംഗ്വേജിനെ നമ്മൾ ഏത് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു? അക്കൗണ്ടിങ്ങിൻ്റെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്ത് ഉപയോഗിച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തു? DR CR ആസ്പെക്റ്റ് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് റിയൽ ആണോ, പേഴ്സണൽ ആണോ, നോമിനൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ നിയമം അപ്ലൈ ചെയ്ത് ജേണൽ എൻട്രി ഫോം ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത സെക്ഷനായിട്ട് കടന്നു വരുന്നതാണ്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. സംശയമുള്ളവർ സംശയം ചോദിക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.